ഞാൻ അഭിനയിച്ചത് ശരിയായോ, അതോ എന്റെ അഭിനയം ബോറായിരുന്നോ? എടോ, തന്റെ അഭിനയം സൂപ്പറായിരുന്നു. നമ്മുടെ നാടകം സംവിധാനം ചെയ്യാൻ വന്ന കൂരിക്കോട് മധുസാറ് കഥാപാത്രത്തിന് പറ്റിയ കുട്ടിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വിലയിരുത്തൽ പരം എന്ത് അംഗീകാരം തനിക്കിനി വേണ്ടത്? മാത്രല്ല, തന്റെ അഭിനയം മികച്ചതാണെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? ഇനി അതിനെ കുറിച്ച് ഞാൻ എന്തിനും അഭിപ്രായം പറയുന്നതിൽ വലിയ പ്രസക്തി ഉണ്ടോ? എനിക്ക് അഭിനയിച്ച വലിയ പരിചയമൊന്നുമില്ല. അഭിനയിച്ച് മികച്ച നടിയാവാനും താല്പര്യമില്ല. ഞാൻ ഈ നാടകത്തിൽ അഭിനയിക്കാൻ വന്നത് തന്നെ സ്കോളർഷിപ്പ് കിട്ടുമെന്ന വിശ്വാസത്തിലാ. സ്കോളർഷിപ്പ് കിട്ടിയാ എനിക്ക് പഠിക്കാനത് വലിയ ഉപകാരം ചെയ്യും. ചിന്നു, ആത്മവിശ്വാസം വളരെ പ്രധാന. നമുക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് നമ്മൾ കരുതിയാ പിന്നെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ നമ്മൾ ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിച്ച ഏത് കാര്യം നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഈ കൂരിക്കോട് സാറ് പറഞ്ഞത് ശരിയാണെങ്കിൽ അഭിനയത്തിൽ നീ ഒന്നാമതെത്തും. ധൈര്യമായിട്ടിരിക്കെ. ഒരു കാര്യത്തിലും ഒരു ഭയം നിനക്ക് വേണ്ട. ഈ നാടകത്തിൽ നീ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യും, പേരും അംഗീകാരങ്ങളും വാങ്ങുകയും ചെയ്യും. ഇറങ്ങ. നിങ്ങളെ എന്തിനാ വിളിപ്പിച്ചേ? എന്തോ അത്യാവശ്യ കാര്യം പറയാനാണെന്ന് പറഞ്ഞു. എന്നിട്ടൊന്നും പറയുന്നില്ലല്ലോ. പറയാം, എല്ലാവരും ഒന്ന് വന്നോട്ടെ. ഇതെല്ലാവരും അറിയേണ്ട കാര്യമാ. ഇന്നെന്താ എല്ലാരും കൂടി ഒരു യോഗം? സാധാരണ ഇങ്ങനൊരു യോഗം പതിവില്ലല്ലോ. രമ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയല്ലേ പതിവ്? ഇപ്പൊ ഞാൻ പതിവ് തെറ്റിക്കുക. കാര്യം ഇതെല്ലാവരും അറിഞ്ഞെടുക്കേണ്ട തീരുമാനമാണ്. മാത്രമല്ല, എല്ലാവരും അറിഞ്ഞിട്ട് നടത്തണമെന്നത് നമ്മുടെ വീട്ടിലെ ചിലരെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അല്ല, അമ്മ കാര്യമൊന്നും പറഞ്ഞില്ല. പറയാം, ഇനിയും ആളുകൾ വരാനുണ്ടല്ലോ. ഐശ്വര്യലക്ഷ്മി, അമ്മ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു? ഇത്രയും നാള് ഞാൻ ക്ഷമയോടെ കാത്തിരുന്നില്ലേ? എനിക്ക് വേണ്ടി കുറച്ച് സമയം കാത്തിരിക്കാൻ ആർക്കും വയ്യേ?